ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കഴിഞ്ഞ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ പരീക്ഷയിൽ വയനാട് ജില്ലയിൽ 3ാം റാങ്ക് വാങ്ങിയിട്ടുള്ള നമ്മുടെ ഹമീസാണ്. ഹമീസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും അവസാനമല്ലേ അവനെ നമ്മൾ തുടക്കത്തിലെ ഒരു ഫ്രീ ക്ലാസ്, ഫ്രീ ഗ്രൂപ്പ് ഒക്കെ തുടങ്ങി, പിന്നെ ക്രാഷ് കോഴ്സ് അവസാനം ഒരു ഏകദേശം 3 മാസം, അതിൽ 1.5 മാസത്തിലേക്കാണ് ഹമീസ് സഹകാരിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ 1.5 മാസത്തെ പ്രിപ്പറേഷൻ കൊണ്ട് ഹമീസിന് ഉണ്ടാക്കാൻ പറ്റിയ വ്യത്യാസങ്ങൾ ശരിക്കും ഇപ്പോൾ എല്ലാം മറന്നാണല്ലോ ഹമീസെ. സർവീസിൽ കയറി ഇപ്പോൾ ട്രെയിനിങ് കഴിഞ്ഞ് നിൽക്കുകയാണ്. നമ്മളിപ്പോൾ LMTCയിലാണ് ഉള്ളത് എല്ലാവരും. LMTC വന്ന് നമ്മുടെ സ്റ്റുഡൻസിനെ കാണാൻ. അപ്പോൾ നിലവിൽ ഹമീസെ ആ ഒരു 1.5 മാസത്തെ പ്രിപ്പറേഷൻ ഒന്ന് സമ്മറൈസ് ചെയ്യാം. 1.5 മാസത്തെ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അധികം സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള സിലബസിൻ്റെ ഒരു ഔട്ട്ലൈൻ കിട്ടാനും ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ചിലപ്പോൾ ആവശ്യത്തിൽ കൂടുതലുള്ള സാധനം ഇരുന്ന് പഠിച്ച് ടൈം കളയും. അപ്പം അങ്ങനെയൊക്കെ. അപ്പോൾ സിലബസിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ അവഗാഹം ഉണ്ടാക്കാൻ പറ്റും. കറക്റ്റ് ഒരു ഔട്ട്ലൈൻ കിട്ടില്ല. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് ഒരു അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ വെച്ച് പഠിക്കാൻ പറ്റും. കുറഞ്ഞ ടൈം വെച്ചിട്ട് പഠിക്കാനുള്ള ഇത് കിട്ടും. അപ്പോൾ അവസാനത്തെ നമ്മുടെ ആ ഒരു സൂപ്പർ റിവിഷൻ സ്ട്രാറ്റജിയിൽ നമുക്ക് അത് എങ്ങനെയാണ് പെർഫോമൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? കാരണം 14 ജില്ലയിലുള്ള മത്സരമാണ്. അപ്പോൾ ഈ കുറേ ബോട്ട് എക്സാം ഉള്ളതിനെ കൊണ്ട് ആദ്യമൊക്കെ സ്കോറൊക്കെ കുറവായിരുന്നെങ്കിലും ലാസ്റ്റിലേക്ക് വന്നപ്പോൾ അത്യാവശ്യം നല്ല സ്കോറും ടൈമിങ്ങും ഒക്കെ ഇമ്പ്രൂവ് ആയി. നല്ലൊരു കോൺഫിഡൻസ് പരീക്ഷ എഴുതാൻ പറ്റും. ഇമ്പ്രൂവ്മെന്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഏകദേശം എത്ര മാർക്കോളം സ്കോർ ചെയ്യാൻ പറ്റും? ഏകദേശം 86 പോയിന്റ് സംതിങ് ആയിരുന്നു സ്കോർ. 86 പോയിന്റ് സംതിങ് നേടി 3ാം റാങ്ക് മേടിച്ച ഹമീസിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മുടെ നിലവിൽ കൺഫർമേഷൻ വന്നിരിക്കുകയാണ്. നിങ്ങളൊക്കെ നമ്മൾ അന്ന് പഠിപ്പിച്ച് തുടങ്ങുന്ന ആ ഒരു സമയമാണ് ഇപ്പോഴും ശരിക്കും പറഞ്ഞത്. അതേപോലെ അല്ലേ നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒത്തിരി കുട്ടികൾ സഹകാരി പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള ഒരു സന്ദേശം എന്താണ്, മെസ്സേജ്? എന്തായാലും സ്വയം ഇരുന്ന് പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ ബെറ്ററാണ് ഞാനൊരു കോച്ചിങ് വഴി പോകുമ്പോൾ. കാരണം എന്ന് വെച്ചാൽ ഇതിലേറ്റവും ബെറ്ററായിട്ട് തോന്നിയെന്ന് വെച്ചാൽ നമ്മൾ ആവശ്യമില്ലാത്ത സാധനം വെച്ച് കുറേ ടൈം ഇരിക്കുന്ന ഒഴിവായി കിട്ടും. പിന്നെ ഒരു അക്യുറേറ്റ് ആയിട്ടുള്ള സിലബസും കൂടെ കിട്ടുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും ഹമീസെ കണ്ടതിൽ സന്തോഷം. ശരി.